അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് ലൈവിലെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രൊമോ വന്നല്ലോ, ഷാനവാസും ആരും തമ്മിലൊരു ഫൈറ്റ്. അപ്പോൾ ആ ഫൈറ്റിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫൈറ്റിനകത്ത് ഈ ആരും ചോദിക്കുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത്, ഷാനവാസ് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ലൈവ് കാണുന്ന ആൾക്കാർക്കറിയാം ഷാനവാസും അനീഷും അവിടെ എത്രത്തോളം പണിയെടുക്കുന്നുണ്ടെന്ന്. പട്ടിപ്പണിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് വരുന്നിടം തൊട്ടുള്ള കാര്യങ്ങൾ അവർ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. ഗസ്റ്റിൻ്റെ കൂടെ നടന്നിട്ട് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, റൂം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്ന് വേണ്ട അവിടെയുള്ള എല്ലാ പരിപാടിയും ഈ ഷാനവാസും അനീഷുമാണ് ചെയ്യുന്നത്. പട്ടിപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിപ്പണിയാണ്. അവിടെ മറ്റുള്ള ആൾക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നത് ഈ ഷാനവാസും അനീഷുമാണ്. അത് അവരെ കാണുമ്പോൾ തന്നെ അറിയാം, ഷാനവാസൊക്കെ നല്ല ടയേർഡായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഈ ഒരു ചോദ്യം ഷാനവാസിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ദേഷ്യം വരത്തില്ലേ? അത്രയും പണിയെടുത്തിട്ട് നിൽക്കുന്ന ഒരാളെടുത്ത് ഈ ഒരു ചോദ്യം, ഷാനവാസ് ഇവിടെ എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. ഈ ആര്യനൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ ആര്യനൊക്കെ ഗസ്റ്റിൻ്റെ പുറമേ നടന്നിട്ട് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെ വാലയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന അല്ലാതെ വേറെ ഒന്നും നമ്മൾ ലൈവിനകത്ത് കാണുന്നില്ല. ഈ ആര്യനൊക്കെ കൊടുത്തിട്ടുള്ള റോളുണ്ടല്ലോ, അത് ഈ പക്കയായിട്ട് ചെയ്യാനുള്ളതിന് ഇവൻ ആ റോള് നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അവൻ ഒരു റോളും ചെയ്യുന്നില്ല. ആര്യന് കൊടുത്ത റോളേ അവൻ ചെയ്യുന്നില്ല. അതുപോലെ ജിസേലിന് കൊടുത്ത റോൾ എന്താണ്? അതും ചെയ്യുന്നില്ല. അപ്പം ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗസ്റ്റിൻ്റെ പുറകെ നടന്നിട്ട് അവർ പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരെ സോപ്പിട്ട് നടക്കുന്നത്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കോയിൻ കൊടുക്കുന്ന സമയമാകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ആര്യനും ജിസേലിനും കോയിൻ കൊടുക്കുന്നു. അവിടെ പണിയെടുക്കുന്ന ഈ അനീഷിനും ഷാനവാസിനും കോയിൻ കൊടുക്കുന്നില്ല. അതാണ് അവർ വഴക്കുണ്ടാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അവിടെ അനീഷ് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത്. പിന്നെ ഷിയാസാണ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പം അത്രയും പണിയെടുക്കുന്ന അവർക്ക് കോയിൻ കൊടുക്കുന്നില്ല. പണിയെടുക്കാതെ അവിടെ തേരാപ്പാരോ ക്യാരക്ടർ ചെയ്ത് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ക്യാരക്ടർ റോള് പോലും നല്ലോണം ചെയ്യാതെ അവിടെ നടക്കുന്നവർക്ക് കോയിൻ കൊടുക്കുന്നു. ഇവിടെ ഈ ഒരു ഫൈറ്റിൽ ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. അതിലൊരു സംശയമില്ല. ഷാനവാസ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ഇത്രയും പക്വതയില്ലാത്ത അവിടെ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും പക്വതയില്ലാത്തൊരു വ്യക്തി ഈ ആര്യൻ മാത്രമാണ്. പക്വതയില്ല, വിവരമില്ല, ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതുപോലുള്ള സംസാരങ്ങൾ കറക്റ്റ് കാര്യം തന്നെയാണ് ഷാനവാസ് പറഞ്ഞത്. ജിസേലിൻ്റെ നിഴലായിട്ട് നടക്കുന്നത്. അത് ഇന്നലെ ശോഭ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗസ്റ്റായിട്ട് വന്ന ആൾക്കാരെല്ലാം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അത് കത്തിയെന്ന് വിചാരിക്കുന്നുണ്ട്. ജിസേലും ആര്യനും കൂടെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. കാരണം ഈ ഒരു നിഴലിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ഇവർ വിചാരിക്കുന്നത് അറിയാം, ഇവരെ ഈ ഒരു കോമ്പ് പുറത്ത് ഭയങ്കര മാസാണ്, ഭയങ്കര സംഭവമാണ്, ആൾക്കാരുടെ അടുത്ത് തലയെ വെച്ചുകൊണ്ടാണ് നടക്കുന്നതാണ്, പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നലത്തോടു കൂടി അവർക്കത് മനസ്സിലായിട്ടുണ്ട്. ഇത് നെഗറ്റീവായിട്ടാണ് പുറത്ത് പോകുന്നതെന്ന്, നിഴലായിട്ടാണ് പുറത്ത് പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. അത് ശോഭ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശോഭയുടെ വായിന്ന് അത് വീണതെന്ന് ഇവർ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ലൈവിനകത്ത് ഇവർ സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇവിടെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് പക്കയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ചെയ്തിട്ടുള്ളത് ഈ അനീഷും ഷാനവാസും മാത്രമാണ്. ഈ കിച്ചൺ ടീമൊക്കെ എന്തോന്നാണ് ചെയ്യുന്നത്? ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ഇന്നലെ നമ്മൾ കണ്ടതാണ് ലൈവിനകത്ത് ഗസ്റ്റ് വരുന്ന സമയത്ത് പോലും ഈ നെവിൻ തിന്നാൻ വേണ്ടി മാത്രം പോയി കിടന്നൊരു സാധനമാണല്ലോ. സത്യം പറഞ്ഞാൽ ഇതിനെ എവിക്റ്റ് ചെയ്ത് കളയേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഈ നിവിനെ ഒന്നും അവിടെ നിർത്തല്ലേ. ഇന്നത്തെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിവിനെ വലിച്ചു കീറി ഉപ്പിലിടാൻ തോന്നും. ഇവനെന്തെന്ന് ഒളിച്ചും പാത്തും പോയി ഇരുന്നിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വന്ന് അവിടെ മൂലയ്ക്കും മുക്കയൊക്കെ പോയിരുന്നിട്ട് കഴിക്കുവാണ് ഇവൻ ചെയ്യുന്നത്. ഗസ്റ്റ് നിൽക്കുന്ന സമയത്താണ് കഴിക്കുന്നത്. എന്നിട്ട് വെളിയിൽ നിൽക്കുന്ന സാബുവാനൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവനെയും കൂടെ തീറ്റിപ്പിക്കുന്നുണ്ട്. ഇവൻ എന്താണ് ചെയ്യുന്നത്? എത്ര പറഞ്ഞിട്ട് ഇവൻ്റെ തലയ്ക്കകത്ത് കയറുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം, നെവിൻ്റെ ഈ ഒരു വിഷയം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഈ ഫുഡ് മോഷ്ടിച്ച് കഴിക്കുന്ന പരിപാടി. ഇന്നലെ ഗസ്റ്റിന് വെച്ചേക്കുന്ന ഫുഡൊക്കെ ഇവ എടുത്ത് കഴിക്കുന്നുണ്ട്. ഒളിച്ചെടുത്തുകൊണ്ട് പോയി മാറി ഇരുന്ന് ഏതൊക്കെയോ മൂലയ്ക്കെങ്ങാണ്ടൊക്കെ കയറി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ക്യാമറ നല്ലപോലെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് കാണിക്കും എന്നൊരു ഉറപ്പുണ്ട്. ഇത് കാണിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നല്ല രീതിയിൽ നെവിനെ ഫോക്കസ് ചെയ്ത്. നെവിൻ കാണുന്നില്ല ആ ക്യാമറയെ, പക്ഷേ ക്യാമറ നല്ല രീതിയിൽ നെവിനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്തൂടെ ഉളുപ്പുണ്ടോ? ഗസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഘടകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ കഴിക്കാൻ പാടില്ല. അത് ഈ ലക്ഷ്മി ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു, വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രമേ അവിടെയുള്ള സ്റ്റാഫുകളും മാനേജർമാരും കഴിക്കാൻ പാടുള്ളൂ എന്ന് ഇവർ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അത് കേൾക്കാതെയാണ് ഇവൻ ഒളിച്ചെടുത്തുകൊണ്ട് പോയി തിന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ നെവിനൊന്നും അവിടെ നിൽക്കാൻ ഒരു അർഹതയില്ല. ചുമ്മാ എത്ര പറഞ്ഞാലും കേൾക്കാത്തൊരു വ്യക്തിയാണ് ഈ നെവിൻ. അപ്പം ഈ
കിച്ചൺ ടീമിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവിടെ കിച്ചൺ ടീമൊക്കെ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. അപ്പോൾ അവിടെ ഇത്രയും നല്ലപോലെ ഗെയിം ആ ഒരു ടാസ്ക് കൊടുത്ത റോള് ഭംഗിയായിട്ട് ചെയ്ത്, അതുമാത്രമല്ല അത്രയും ഹാർഡ് വർക്കും കട്ടിപ്പണിയും ചെയ്തിട്ട് ഇവർക്ക് കോയിൻ കൊടുക്കത്തില്ല. അനീഷിന് കൊടുത്തത് 1 കോയിനാണ്, ഷാനവാസിന് കൊടുത്തത് 2 കോയിനാണ്. അനീഷിൻ്റെ അടുത്തൊക്കെ അപ്പോൾ അനീഷിന് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചർച്ചയുണ്ട്. അനീഷിന് കോയിൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മറ്റുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്നുള്ളൊരു പേടിയ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അനീഷിന് കോയിൻ കൊടുക്കാത്തത്. സത്യം പറഞ്ഞാൽ ഈ BB ഹോട്ടൽ ടാസ്ക് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം രസകരമായിട്ടുള്ള ടാസ്ക്കാണ്. ഇവർ സത്യം പറഞ്ഞാൽ അത് കുളവാക്കി, സ്റ്റാർട്ടിങ്ങിലേ കുളവാക്കി. ഇതെങ്ങനെ കളിക്കുന്നതെന്ന് പോലും, ഈ ഒരു ടാസ്ക് എങ്ങനെ രസകരമായിട്ട് ചെയ്യാമെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അവിടെ ആകെ എനിക്ക് തോന്നുന്നു ആത്മാർത്ഥയോടെ ആ ഒരു ടാസ്ക് ചെയ്യുന്നത് ഷാനവാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അനീഷ് ചെയ്യുന്നുണ്ട്. പിന്നെ സാബുവാൻ പിന്നെ അവനിക്ക് കൊടുത്ത ടാസ്ക് ഭംഗിയായിട്ട് അവൻ ചെയ്യുന്നുണ്ടെന്ന് പറയാന്ന് വെച്ചാൽ അത് മറ്റുള്ള കാര്യത്തിലൊന്നും പുള്ളി ഇടപെടുന്നില്ല. ആ കൊടുത്ത ടാസ്കുമായിട്ട് കൊടുത്ത ക്യാരക്ടറുമായിട്ട് അവൻ അവിടെ ഇവിടേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ നെവിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പിടിയില്ല. ഇന്നലെ ഗസ്റ്റ് വന്ന സമയത്ത് ഉടനെ ഇവൻ ഒരു മെഡിക്കൽ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ക്യാരക്ടർ അവനിക്ക് കൊടുത്തത്. ഇവൻ ഓടിച്ചെന്നിട്ട് അവിടെ മറ്റേ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഒരു ഗസ്റ്റ് വരുമ്പോൾ ആദ്യം മെഡിക്കൽ ചെക്കപ്പാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഗസ്റ്റിന് എന്തെങ്കിലും തലകറക്കോ എന്തെങ്കിലും വയ്യായ്മയോ കാര്യങ്ങൾ വരുമ്പോഴല്ലേ ഇത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതൊന്നും എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ എന്തെങ്കിലും വഴക്കുണ്ടാക്കുക, എന്തെങ്കിലും രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുക, അതാണ് മെയിൻ ലക്ഷ്യം. ക്യാമറ സ്പേസ് ഉണ്ടാക്കുക, അതാണ് ഇവർ ലക്ഷ്യം. അല്ലാതെ കൊടുക്കുന്ന ടാസ്ക് ഒക്കെ എങ്ങനെ ഭംഗിയായിട്ട് കളിക്കണമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഈ വട്ടം ലാലേട്ടൻ വരുന്ന സമയത്ത് ആര്യനെ ഒരിക്കാനുള്ള ഏറി കയറ്റാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ റെനയുടെയും ഈ ഒരു വിഷയം, റെനയും ആര്യനും തമ്മിലുള്ള വിഷയം ഉണ്ടല്ലോ, അതെടുത്തിട്ടത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അത് കാണിക്കത്തില്ല. അപ്പം ഈ വട്ടം എനിക്ക് തോന്നുന്നു, കാരണം എല്ലാ വട്ടം വരുമ്പോഴും ഈ ആര്യനെ തലോടി വിടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം ഈ വട്ടം വരുമ്പോഴത്തേക്ക് ഫയർ ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്, എല്ലാ സൂചനയും കാണുന്നുണ്ട്. കാരണം ആര്യൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ കളിക്കുന്നത് വെറും ചീപ്പ് ഗെയിമാണ്. കാരണം അത്രയും പണിയെടുക്കുന്ന ആൾക്കാർക്കാണ് കോയിൻ കൊടുക്കേണ്ടത്. അല്ലാതെ പണിയെടുക്കാതെ അവിടെ ഇവിടെ തേരെപ്പറ നടന്ന് ഫുഡ് മോഷ്ടിച്ച് കഴിക്കുന്ന ആൾക്കാർക്കല്ല കോയിൻ കൊടുക്കേണ്ടത്. ഇന്ന് തന്നെ ലക്ഷ്മി അനീഷിന് ആദ്യം കോയിൻ കൊടുക്കുന്നില്ല, ഷാനവാസിന് 2 കോയിൻ കൊടുക്കുന്നുണ്ട്. അപ്പം അനീഷിന് പിന്നെ ലക്ഷ്മിയാണ് 1 കോയിൻ കൊടുക്കുന്നത്. അത് എന്താണെന്ന് അറിയോ? ഇന്നലെ അത്രയും വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിലാണ് 1 കോയിൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം നോക്കിക്കോണം, ഇത്രയും കഷ്ടപ്പെട്ട്. അപ്പം സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. ഇവിടെ ഈ ആര്യൻ്റെ ഭാഗത്ത് ഒരു ന്യായമില്ല. ഷാനവാസിൻ്റെ അടുത്ത് നോക്കിയിട്ട് ഷാനവാസ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ഷാനവാസ് പ്രതികരിക്കും. ഇന്നലെ നമ്മൾ കണ്ടതാണ് അനീഷ് പ്രതികരിക്കുന്നത്. എനിക്കൊന്ന് രാത്രി ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അനീഷ് ഫുഡ് പോലും കഴിക്കുന്നത്. ആദ്യം ശോഭ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കഴിക്കുന്നില്ല. പിന്നെ ഷിയാസ് കൊണ്ട് കൊടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് അവസാനമാണ് ഈ അനീഷ് ഫുഡ് കഴിക്കുന്നത്. കാരണം എന്താ പറയുക, അത്രയും പണിയെടുത്തിട്ട് ഇവർക്കൊരു പരിഗണന കൊടുക്കുന്നില്ല, പ്രയോറിറ്റി കൊടുക്കുന്നില്ല. വയ്യെന്ന് പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ല, അതുപോലെ കോയിൻ കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഷാനവാസും ആര്യനും തമ്മിലുള്ള ഫൈറ്റിനകത്ത് നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു.